ഇതേ നമ്മൾ വീണ്ടും നിങ്ങൾക്കുള്ള അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നിപ്പോ എന്താ ചെയ്യണത്? ബീജാമൃതം. എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. ഇതേ നമ്മൾ വീണ്ടും നിങ്ങൾക്കുള്ള അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ നാളത്തെ എല്ലാവരും ട്രൈ ചെയ്തു, എല്ലാവർക്കും ഒത്തിരി നല്ല റിസൾട്ട് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി പേര് നമ്മളോട് താങ്ക്സും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് മോൾക്കാണ് എല്ലാവരുടെ താങ്ക്സും വന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇനി ഇപ്രാവശ്യം നമ്മളിപ്പോ എല്ലാവരും വീണ്ടും എല്ലാതും ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നിപ്പോ എന്താ ചെയ്യണത്? ബീജാമൃതം. അന്ന് നമ്മള് ജീവാമൃതമാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മള് ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഇടാം കേട്ടോ. അപ്പൊ കാണാത്തവർ അത് കാണുക. പിന്നെ ഇന്ന് നമ്മള് ബീജാമൃതം. ഇപ്പൊ ജീവാമൃതം എന്ന് പറയുന്നത് മണ്ണിലോട്ട് കൊടുക്കുന്നത് അല്ലെ. ഇതെന്ന് പറഞ്ഞ വിത്ത് പരിപാലനത്തിന് ഇപ്പൊ നല്ല വിത്ത് തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെ അത്രയും പ്രധാനപ്പെട്ടതാണ് അതിന്റെ പരിപാലനവും. അപ്പൊ നമ്മൾ നടുന്നതിന് മുന്നായിട്ട് അതിലിപ്പോ ബീജാമൃതത്തില് മുക്കി വെക്കുകയാണെങ്കിൽ ആ വിത്ത് നല്ല കരുത്തുണ്ടാവും, പെട്ടെന്ന് അത് മുളയ്ക്കാനും ഒക്കെ സഹായിക്കും. ഇപ്പൊ വിത്ത് മാത്രമല്ല, നമ്മള് തൈ വാങ്ങുമ്പോഴും അത് നമുക്ക് മുക്കി വെക്കാം. അപ്പൊ നമ്മള് സ്യൂഡോമോണസ് ഉപയോഗിക്കത്തില്ല, അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ബീജാമൃതം. അതായത് ഇപ്പൊ വിത്ത്, ഇപ്പൊ നിങ്ങൾ വിചാരിക്കും പോകും ഞാൻ വിത്ത് വാങ്ങുന്നില്ല, തൈകളാണ് വാങ്ങുന്നത്, അപ്പൊ എനിക്ക് വേണ്ട, അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. തൈകളും നല്ല കരുത്തായിട്ട്, അതായത് ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ള മണ്ണിലൂടെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതെ നല്ല കരുത്തായിട്ട് വളരാനായിട്ടാണ് നമ്മള് ബീജാമൃതം ആക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. എന്തൊക്കെ വേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. ഇവിടെ നമ്മൾ എടുത്തു വെച്ചേക്കണത് 1 ലിറ്റർ വെള്ളം, 250 ml ഗോമൂത്രം, 250 ഗ്രാം ചാണകം, അതുപോലെ ചുണ്ണാമ്പ് 2.5 ഗ്രാം ചുണ്ണാമ്പ്, ഇത് കലക്കാൻ വേണ്ടിട്ട് ഒരു 50 ml വെള്ളം, പിന്നെ ഒരു തരി മണ്ണും കൂടെ. ചുണ്ണാമ്പ് എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് തന്നെ അല്ലേ? ചുണ്ണാമ്പ് ഉപയോഗിക്കണം. ചുണ്ണാമ്പ് അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ, കേട്ടല്ലോ അല്ലേ? അപ്പൊ ഫസ്റ്റ് നമുക്ക് 250 ഗ്രാം ചാണകം തുണിയിൽ കെട്ടി മുക്കി വെക്കണം. അപ്പൊ നമുക്ക് അങ്ങനെ തുണിയുടെ അളവോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇല്ല, ഒരു കോട്ടന്റെ തുണി അല്ലേ? അപ്പൊ നമ്മളൊരു കോട്ടന്റെ തുണി, നമ്മളൊരു ഇത് ഈ ചാണകം കിഴി കെട്ടാൻ വേണ്ടിട്ട്, ഈ ചാണകം കിഴി കെട്ടാൻ ആവശ്യമുള്ള ഒരു കോട്ടന്റെ തുണി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മള് ചാണകം ഇട്ടു. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കിഴി കെട്ടാം അല്ലേ? നമ്മള് ഇപ്പൊ എടുത്തു വെച്ച വെള്ളത്തില് ഒരു രാത്രി മുക്കി വെക്കണം. അപ്പൊ നമ്മളിവിടെ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതായത് നമ്മള് ഇപ്പൊ ചാണകം കിഴി കെട്ടിയത് നമ്മളിത് ചാണകം കിഴി കെട്ടിയത് നമ്മൾ എന്ത് ചെയ്തു? ഇത് ഈ ഒരു വെള്ളത്തിന് അളവുണ്ടാ? 1 ലിറ്റർ വെള്ളത്തിന് 250 ഗ്രാം ചാണകത്തിന് 1 ലിറ്റർ വെള്ളം. അതായത് 250 ഗ്രാം ചാണകത്തിന് 1 ലിറ്റർ വെള്ളമാണ്. അത് നമ്മളിത് ഒരു ദിവസം രാത്രി മുഴുവൻ ഇതില് മുക്കി വെക്കണം. എന്നിട്ടാണ് നമ്മൾ ഇതാക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. അതേസമയം നമുക്ക് അതുപോലെ ചുണ്ണാമ്പ് വെള്ളം ഒരു രാത്രി വെക്കേണ്ടതുണ്ട്. അപ്പൊ ഇതും നമ്മൾ തയ്യാറാക്കി, അതും അതെ നമ്മൾ തയ്യാറാക്കാം. ഇതിൽ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുന്നത് ആവണം അല്ലെ? അതുവരെയ്ക്കും നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കും. ഇത് രണ്ടും നമ്മൾ ഒരു രാത്രി വെക്കാം. അപ്പൊ ഇത് രണ്ടും നമ്മൾ ഒരു രാത്രി വെച്ച് പിറ്റേ ദിവസമാണ് നമ്മളിത് ആക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഇത് നിങ്ങൾ മറക്കരുത്, ഒരു ദിവസം വെച്ചതിന് ശേഷം. ഇപ്പൊ നമ്മളിപ്പോ ഇത് എടുത്ത് കാണിക്കുകയാണ്, കാരണം ഇപ്പൊ മോൾക്ക് നാളെ ക്ലാസ്സിൽ പോകണം. അപ്പൊ അതിന്റെ ഒരു ഇത് കൊണ്ട് നമ്മളിത് കാണിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ളത് നമുക്ക് പറയാം കേട്ടോ. ഇപ്പൊ നമ്മളിപ്പോ ഒരു രാത്രിക്ക് ശേഷം ബാക്കി ഇപ്പൊ ഇതില് ചാണകം അരിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും. ബാക്കിയുള്ളത് നമ്മൾ ഇതിലേക്ക് മുക്കി പിഴിഞ്ഞെടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചേക്കണ ചുണ്ണാമ്പ് വെള്ളം അതുപോലെ തന്നെ ഗോമൂത്രം ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ നമ്മളിത് ഒരു ദിവസം വെച്ച് കഴിയുമ്പോഴേക്കും കണ്ടു ഇതില് നന്നായി അലിഞ്ഞു ചേരും. പിന്നെ ബാക്കിയുള്ളത് പിഴിഞ്ഞെടുത്തു, ഇത് മാറ്റി വെക്കാം അല്ലെ? ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗോമൂത്രം, അതുപോലെ ചുണ്ണാമ്പ് വെള്ളം, എല്ലാം ഒഴിച്ച് വെക്കുക. ഇനി നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് തളിച്ചു കൊടുക്കാവുന്നതാണ് വിത്ത്. ഇനി ഇതിപ്പോ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം അല്ലെ? ഇതുകൊണ്ട്
അപ്പൊ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മള് സ്പ്രെയറിൽ ഒഴിച്ചിട്ട് വിത്തും തെളിച്ചു കൊടുക്കാം. അപ്പൊ നമ്മള് അപ്പൊ അങ്ങനെ ഇവിടെ സ്പ്രെയറിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലെ, അത് എങ്ങനെയാന്നുള്ളത് ആക്കാം. നമ്മുടെ ഇതില് ഗോമൂത്രവും അതുപോലെ തന്നെ ചുണ്ണാമ്പ് വെള്ളം ഒഴിച്ച സമയത്ത് തന്നെ ഒരു തരം മണ്ണും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. മണ്ണ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, മണ്ണിടാനായിട്ട് മറക്കരുത്. കാരണം നമ്മളുടെ ആ മണ്ണും കൂടി ആവുമ്പോഴാണ് അത് കറക്റ്റ് ആവുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ സ്പ്രേ ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മൾ ആവശ്യത്തിന് വിത്ത് അല്ലെ, നമുക്ക് നടാൻ ആവശ്യമുള്ള അത്ര വിത്ത് അത്രേ ഉള്ളൂ. നമ്മളിപ്പോ ഇത്തിരി കൂടുതൽ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള വിത്ത് എടുക്കുക. നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ച ബീജാമൃതാണ്. അത് ഇത് അരിച്ചതിന് ശേഷം ഇതുപോലെ സ്പ്രെയറിലാക്കുക. അരിച്ചില്ലേ മണ്ണുള്ള കാരണം ആ തരികൾ ഉണ്ടാവും, അപ്പൊ സ്പ്രെയർ കേടാവും. അരിച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് കേട്ടോ. സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് തൈ ഉണ്ടാവുമല്ലോ, അതാണെങ്കിൽ നമ്മളിപ്പോ ഇതുപോലെ എന്തെങ്കിലും എടുക്കുക, ബീജാമൃതം തൈ മുക്കി വെക്കാം. ജസ്റ്റ് ഒന്ന് മുക്കുക, എന്നിട്ട് നടുമ്പോ അപ്പൊ മുക്കുക, എന്നിട്ട് 10 മിനിറ്റ് വെച്ചതിന് ശേഷം അപ്പൊ അതിപ്പോ മാക്സിമം ഒരു 10 മിനിറ്റ്. ഇപ്പൊ നമ്മളിത് നമ്മളുടെ തൈകളൊക്കെ ആവുമ്പോ ഒരു പ്രശ്നവുമില്ല, എത്ര നേരം മുക്കി വെച്ചാലും. പക്ഷെ വേറെ തൈകൾക്ക് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല, നമുക്കത് അറിയില്ല. നമ്മുടെ തൈ ഒരു മാക്സിമം 10 മിനിറ്റ് നേരം മുക്കി വെച്ചതിന് ശേഷം നടുകയാണെന്നുണ്ടെങ്കിൽ മണ്ണിലൂടെയുള്ള ഫംഗൽ ഇൻഫെക്ഷനും ഉണ്ടാവില്ല, മാത്രമല്ല നല്ല കരുത്തായിട്ട് വളരും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് വിത്ത് പാകുമ്പോൾ ഉപയോഗിക്കുക എന്നുള്ളതും തൈകൾ നടുമ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതും മനസ്സിലായല്ലോ അല്ലെ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. ഇപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇതിനെ പറ്റിയിട്ട് വിശദമായിട്ട് നമ്മൾ ഫേസ്ബുക്കിലും എഴുതിയിടുന്നതായിരിക്കും. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്തു. കാരണം വളരെ ഈസിയാണ്, എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ പറ്റും. ഇപ്പോൾ സ്യൂഡോമോണസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പൊ ഇതിനെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, ഇതാക്കിയിട്ട് എടുത്തു വെക്കാം അല്ലെ. ഇത് നമുക്ക് ആക്കിയിട്ട് എടുത്തു വെക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ വളരെ നല്ലതാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്തത് അസ്ത്രങ്ങളായിട്ട് വന്നാലോ അല്ലെ. ഇപ്പൊ അമൃതൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ ആരും പറയാത്ത അസ്ത്രങ്ങളായിട്ടാണ് വരുന്നത്. അതായത് 3 അസ്ത്രങ്ങളുണ്ട് കേട്ടോ, അതുമായിട്ടാണ് വരുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിന്റെ തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാലാണ് നമ്മൾ ഇടുന്ന വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ നമുക്കിനി അസ്ത്രങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.